വയനാട് കേന്ദ്ര വായ്പയിൽ കാലാവധി നീട്ടിത്തരണമെന്ന് കേരളം ആവശ്യപ്പെടും. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രേഖാമൂലം ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. കേന്ദ്രത്തിന്റെ ഈ നിബന്ധന അപ്രായോഗികമാണ് എന്നതാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ. നിർബന്ധ റിപ്പോർട്ടിലേക്ക്. വയനാടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 2000 കോടി രൂപയുടെ പാക്കേജാണ്. പക്ഷേ കേന്ദ്രം അനുവദിച്ചത് 529 കോടി രൂപയുടെ വായ്പയും. ഈ വായ്പ അനുവദിച്ചപ്പോൾ തന്നെ 2025 മാർച്ച് 31-നകം തന്നെ ഇത് ചിലവഴിക്കണം എന്ന ഉപാധിയും അവർ മുന്നോട്ട് വച്ചു. ഇത് അപ്രായോഗികമാണ് എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ. സംസ്ഥാനം പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ബഡ്ജറ്റിൽ തന്നെ 750 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ഇതിനുവേണ്ടി വിനിയോഗിക്കാൻ ബഡ്ജറ്റിൽ തന്നെ മാറ്റിവെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനൊപ്പം തന്നെ ഈ 529 കോടി രൂപ ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിൽ ഈ മാർച്ച് 31-ന് അകം തന്നെ ചിലവഴിക്കാനാകില്ല. ഇതാണ് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സംസ്ഥാനം ശ്രമിക്കുന്നത്. ഇന്ന് ചേർന്ന വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതാധികാര യോഗത്തിലാണ് അവലോകന യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. രേഖാമൂലം ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കും. ഈ കാലാവധി, ഇത് ചിലവഴിക്കാനുള്ള കാലാവധി 529 കോടി രൂപയും ചിലവഴിക്കാനുള്ള കാലാവധി ഈ മാർച്ച് 31-ൽ നിന്ന് മാറ്റി നൽകണം. അതിൻ്റെ കാലാവധി എത്രയാണെന്ന് തീരുമാനിച്ചായിരിക്കും സംസ്ഥാന സർക്കാർ ഇത് കേന്ദ്രത്തെ അറിയിക്കുക. രേഖാമൂലം അടുത്ത ദിവസം തന്നെ ഇത് അറിയിക്കും. ഒപ്പം തന്നെ ഇന്ന് അവലോകന യോഗത്തിൽ വയനാടിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചീഫ് സെക്രട്ടറിയും മന്ത്രിമാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കാനാണ് ഇന്നത്തെ യോഗത്തിലെ തീരുമാനം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാലാവധി നീട്ടി ആവശ്യപ്പെട്ട് സംസ്ഥാനം ഔദ്യോഗികമായി തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകും എന്നതാണ്. നിർബൻ ചക്രവർത്തിയുടെ റിപ്പോർട്ടാണ് കണ്ടത്.